ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ എവങ്കേലിയോൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ളതായ വാക്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ വംശാവലിയെക്കുറിച്ചുള്ളതായ ഒരു വായനയായിരുന്നു നമ്മളിന്ന് വായിച്ചു കേട്ടത്. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു മിശിഹായുടെ വംശാവലി പുസ്തകം എന്നാണ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. യേശു തമ്പുരാൻ്റെ വംശാവലി നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിൽ തുടങ്ങി ജോസഫ് മറിയയും അവസാനിക്കുന്നതായ വംശാവലി, ആ വംശാവലിയിൽ പ്രധാനമായും ശ്രദ്ധിക്കപ്പെടുന്നതായ 5 മഹിളാരത്നങ്ങൾ, സ്ത്രീകൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതിൽ പുറജാതികളുണ്ട്, പാപികളുണ്ട്. ഒരു രീതിയിലും കർത്താവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുവാൻ പറ്റാത്ത രീതിയിലുള്ളതായ പാപങ്ങൾ ചെയ്തവരുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വംശാവലി എഴുതിയപ്പോൾ ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വംശാവലി എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെയൊക്കെ കുടുംബചരിത്രം എഴുതുമ്പോൾ ഒരുപക്ഷെ ചിലതൊക്കെ ഒഴിവാക്കുകയും ചിലതൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെയല്ല യേശു തമ്പുരാൻ്റെ വംശാവലിയിൽ നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ തായ്വേരുകൾ പകലോമറ്റം കുടുംബത്തിലേക്ക് എത്തിക്കുവാൻ പെടുന്നതായ പാടുകൾ നമുക്കറിയാവുന്നതാണ്, നമ്മുടെയൊക്കെ കുടുംബചരിത്രം എഴുതുമ്പോൾ. എന്നാൽ യേശു തമ്പുരാൻ്റെ കുടുംബചരിത്രത്തിൽ, യേശു തമ്പുരാൻ്റെ വംശാവലിയിൽ പ്രധാനമായും 5 സ്ത്രീകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ ആ സ്ത്രീകളെക്കുറിച്ച് അല്പമായി നിങ്ങളോട് ഈ സമയത്ത് പ്രതിപാദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ജൂവിഷ് ട്രഡീഷനിൽ വംശാവലിയിൽ സ്ത്രീകൾക്ക് പങ്കില്ല. എന്നാൽ യേശു തമ്പുരാൻ്റെ വംശാവലിയിൽ സ്ത്രീകൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒരു കാര്യമാണ്. അതിൽ ഒന്നാമതായി നമ്മൾ കാണുന്നത് താമാറിനെ കുറിച്ചാണ്. താമാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 1 മുതലുള്ളതായ ആ വാക്യങ്ങൾ അവിടെ തുടങ്ങുന്നു താമാറിൻ്റെ ചരിത്രം. താമാറിനെ നമുക്കറിയാം, യൂദായുടെ മരുമകളാണ്, കാനാൻ വംശയാണ്, വിജാതീയ സ്ത്രീയാണ്, അമ്മായപ്പനാൽ ഗർഭം ധരിച്ചവളാണ് താമാർ. ഈ താമാറിനെ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ വംശം നിലനിർത്തുവാൻ വേണ്ടി താമാർ അമ്മായപ്പിൽ നിന്ന് ഗർഭം ധരിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ സ്ത്രീകളുടെ പൊതുവായിട്ട് പഠിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, അവരുടെ വലിയ ദൈവവിശ്വാസം. രണ്ടാമത്, അവരോടുള്ള ദൈവത്തിൻ്റെ വലിയ കരുണ. മൂന്നാമത്, ദൈവജനത്തിന് അവർ ചെയ്ത സംഭാവനകൾ. ഇത് വെച്ച് നോക്കുമ്പോൾ താമാർ തൻ്റെ വംശം നിലനിർത്തുവാനായിട്ട് എടുത്തതായ ആ ഒരു തീരുമാനം ദൈവസന്നിധിയിൽ ദൈവം അംഗീകരിച്ചു, താമാറിനോട് കരുണ ചെയ്തു. അങ്ങനെ താമാർ യേശു തമ്പുരാൻ്റെ വംശാവലിയിൽ എത്തിച്ചേരുകയാണ്. രണ്ടാമതായി നമ്മൾ കാണുന്ന റാഹാബാണ്. റാഹാബ് ഒരു വേശ്യാ സ്ത്രീയാണ്, സമൂഹം അംഗീകരിക്കാത്തവളാണ്. ശക്തമായ ദൈവവിശ്വാസം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. നമുക്കറിയാം, ആ സ്ത്രീ അവിശ്വാസികളോട് കൂടാതെ ദൈവപുരുഷന്മാരെ സംരക്ഷിച്ചുകൊണ്ട് ദൈവജനത്തെ സഹായിച്ച സ്ത്രീ എന്ന് നമുക്കറിയാവുന്നതാണ്. ആ സ്ത്രീയെ ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും വംശാവലിയിൽ ചേർത്തിരിക്കുന്നത് എത്രയും ശ്രേഷ്ഠമാണ്. അവിശ്വാസികളായ ജനങ്ങളോട് ചേർന്ന് ദൈവപുരുഷന്മാരെ ഉപദ്രവിക്കാതെ അവരെ സംരക്ഷിച്ച് അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചതായ ആ സ്ത്രീ
ദൈവത്തിൻ്റെ യേശുതമ്പുരാൻ്റെ വംശാവലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സുവിശേഷം എവിടെയെല്ലാം പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം ഈ സ്ത്രീയുടേതായ കാര്യങ്ങൾ നമുക്ക് എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. മൂന്നാമതായി രൂത്താണ്. രൂത്തിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മോവാബ് ദേശക്കാരിയാണ്. അതുപോലെ തന്നെ ഒരു വിധവയായ സ്ത്രീയായിരുന്നു. തൻ്റെ അമ്മായിയമ്മയോട് രൂത്ത് പറയുകയാണ്, രൂത്തിനോട് പറയുന്നു, വിധവയായി കഴിഞ്ഞതിന് ശേഷം നിന്റെ സ്വന്തം ദേശത്തേക്ക് കടന്നുപോയി നിനക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ആ സമയത്ത് രൂത്ത് പറയുകയാണ്, തൻ്റെ അമ്മായിയമ്മയോട് പറയുകയാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവം. തൻ്റെ അമ്മായിയമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവവിശ്വാസം യഹോവയോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ വിശ്വാസ ജീവിതത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച സ്ത്രീയാണ് രൂത്ത്. രൂത്തും നമ്മുടെ കർത്താവിൻ്റെ വംശാവലിയിലുണ്ട്. നാലാമത് വന്നിരിക്കുന്നത് ഊരിയാവിൻ്റെ ഭാര്യയായ ബത്സേബയാണ്. നമുക്കറിയാം, ദാവീദ് രാജാവ് ബത്സേബയുടെ സൗന്ദര്യം കണ്ട് ആകൃഷ്ടനായി ആ സ്ത്രീയെ വശീകരിച്ച് പാപം ചെയ്യുകയും തൻ്റെ ഭർത്താവിനെ കൊല്ലിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു സാധു സ്ത്രീ എന്ന നിലയിൽ ഈ രാജാവിൻ്റെ തീരുമാനത്തോട് മറുതലിക്കുവാൻ പറ്റാതെ കീഴ്പ്പെട്ടു പോയ ആ ബത്സേബയോട് ദൈവം കരുണ ചെയ്തു. ആ സ്ത്രീയോട് ദൈവം കരുണ ചെയ്തു. അതുവഴി ശലോമോൻ ജനിക്കുകയും ശലോമോൻ രാജാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുവാനുള്ളതായ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. ആ സ്ത്രീയെയും ഈ വംശാവലിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഞ്ചാമതായി നമ്മൾ കാണുന്നത് കന്യക മറിയാമിനെയാണ്. മറിയാമിനെ കുറിച്ച് നമുക്കറിയാം. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് ഗബ്രിയേൽ ദൂതന്റെ വചനിപ്പ് സന്ദേശത്തെ തൻ്റെ ഹിതം മാറ്റിവെച്ച് സമൂഹത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ദൈവഹിതം സ്വന്തം ജീവിതത്തിൽ നിറവേറ്റിയ ശ്രേഷ്ഠയായ കന്യകയാണ് ദൈവമാതാവ്. നമുക്കറിയാം, ഒന്നാം ഹൗവ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവഹിതം മാറ്റിവെച്ച് സ്വന്തം ഹിതം നിറവേറ്റിയതിൻ്റെ ഫലമായി ഈ മാനവ സമൂഹം മുഴുവൻ പാപത്തിൽ അടിമപ്പെട്ടുവെങ്കിൽ രണ്ടാം ഹൗവ എന്ന് വിളിക്കപ്പെടുന്ന ദൈവമാതാവ് സമൂഹത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സ്വന്തം ഹിതം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി എല്ലാ വെല്ലുവിളികളെയും നേരിട്ട സ്ത്രീയാണ്. ധൈര്യവതിയായ സ്ത്രീയാണ് മാതാവ്. ഈ ആത്മീയ ധൈര്യമാണ് മാതാവിൽ നമ്മൾക്ക് കാണുന്നത്. നമുക്കറിയാം, കന്യക ഗർഭം ധരിച്ചാൽ പാളയത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത് യഹൂദ പാരമ്പര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ദൈവമാതാവ് നമ്മുടെ ഗബ്രിയേൽ ദൂതൻ്റെ വചനിപ്പ് സ്വീകരിക്കുന്നത്. സമൂഹത്തിൻ്റെ ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ളതായ ആ ധൈര്യം, അത് പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും ആത്മീയ ജീവിതത്തിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും ഒക്കെ നേടിയെടുത്ത ധൈര്യമാണ്. പ്രിയമുള്ളവരെ, നമുക്കും ദൈവമാതാവിൻ്റെ ഈ ആത്മീയ ധൈര്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞതായ ഈ 5 സ്ത്രീകളും യഹോവയോട് ചേർന്ന് നിന്നുകൊണ്ട്, വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവരുടെ പാപം മായ്ക്കപ്പെടുകയും ദൈവത്തിൻ്റെ കൃപ അവർക്ക് ലഭിക്കുകയും അവർ ശ്രേഷ്ഠമായ വംശാവലിയിൽ ഉൾപ്പെടുകയും ചെയ്തു. അതുപോലെ നമ്മളും വിശ്വാസ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, യേശുവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, നമ്മൾ സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ നമ്മളും കർത്താവിൻ്റെ ശരീരത്തിലൊരു അവയവമായി മാറുകയും അവൻ്റെ അത്താഴത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. ഈ സ്ത്രീകളെപ്പോലെ വിശ്വാസത്തിൻ്റെ അവലി തലങ്ങളിലേക്ക് കടന്നു പോകുവാനും ദൈവകൃപ പ്രാപിക്കുവാനും ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമുക്ക് സാധ്യമാകണം. ഇന്ന് ലോകം ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് കരോളിൻ്റെതായ ആ സംഗീതം കൊണ്ട് ലോകം ആകമാനം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്മസ് ഒരു സംഗീതമാണ്. സംഗീതം നിർമ്മല ഹൃദയങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതാണ്.
ആകാശത്തെ നോക്കി ആടുമേച്ചിരുന്ന ആട്ടിടയന്മാർക്കും മലാഖമാരുടെ സുതുപ്പ് കേൾക്കുവാൻ സാധിച്ചത് അവർ നിർമ്മലമായ ഒരു മനസ്സുള്ളതുകൊണ്ടാണ്. പലപ്പോഴും ഈ മാലാഖമാരുടെ സുതുപ്പ് നമുക്ക് കേൾക്കാൻ പറ്റാതെ വരുന്നത് നമുക്ക് നിർമ്മലമായ ഒരു മനസ്സില്ലാത്തതുകൊണ്ടാണ്. നമ്മളൊക്കെ നിർമ്മലമായ മനസ്സിൻ്റെ ഉടമകളായി മാറുമ്പോൾ നമുക്ക് ക്രിസ്തു അനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയും അവിടെ പുതിയ വഴിത്താരയിലൂടെ നമുക്ക് ക്രിസ്തു അനുഭവം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും സാധിക്കും. പ്രിയമുള്ളവരെ, നിർമ്മലമായ ഒരു മനസ്സിൻ്റെ ഉടമകളായി തീരുവാൻ ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും അനുഗ്രഹിക്കപ്പെട്ട പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.